കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ കഥയുടെ പേരാണ് ടിൻഡുമുയൽ ക്യാരറ്റ് തോട്ടത്തിൽ. ഒരു കാട്ടിൽ ഒരു കുസൃതിക്കാരനായ മുയൽക്കുട്ടൻ താമസിച്ചിരുന്നു. അവന്റെ പേരാണ് ടിൻഡു. ടിൻഡു എപ്പോഴും ചാടി ചാടി കാട് ചുറ്റി നടക്കും. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും മിടുക്കനായിരുന്നു അവൻ. അങ്ങനെ ഒരു ദിവസം ടോമിന്റെ ക്യാരറ്റ് തോട്ടം ടിൻഡുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ വലിയ പഴുത്ത ക്യാരറ്റുകൾ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ക്യാരറ്റുകൾ കണ്ടപ്പോൾ അവൻ അത് കഴിക്കാൻ വല്ലാത്ത കൊതിയായി. അനുവാദമില്ലാതെ അതെടുക്കാൻ പാടില്ലെന്നറിയാമായിരുന്നിട്ടും അവന് തന്നെ നിയന്ത്രിക്കാനായില്ല. ടിൻഡു പതുക്കെ തോട്ടത്തിൽ കയറി ക്യാരറ്റ് മണ്ണിനടിയിൽ നിന്ന് വലിച്ചെടുത്തു. പെട്ടെന്ന് പുറകിൽ നിന്നൊരു ചോദ്യം: ആരാ ക്യാരറ്റ് മോഷ്ടിക്കുന്നത്? ടിൻഡു നോക്കിയപ്പോൾ ടോമിന്റെ വളർത്തുനായയായ റോക്കിയായിരുന്നു അത്. ടിൻഡു മുയലിന് എന്തു ചെയ്യണമെന്ന് മനസ്സിലായില്ല. പക്ഷേ ക്യാരറ്റ് വിട്ടു കളയാനും വയ്യ. അവൻ ഒന്നും മിണ്ടാതെ നാണം കെട്ട് അവിടെ നിന്നും പോയി കാട്ടിലൊളിച്ചു. റോക്കി ടിൻഡു മുയലിന്റെ കൂടെ എത്തി. ടിൻഡു മുയലിനോട് വളരെ സൗമ്യമായി സംസാരിച്ചു. ടിൻഡുവിന് തന്റെ തെറ്റ് മനസ്സിലായി. തന്റേതല്ലാത്ത എന്ത് സാധനവും ഉടമസ്ഥന്റെ അനുവാദത്തോടുകൂടി മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് അവന് മനസ്സിലായി. തനിക്ക് നല്ല പാഠം പറഞ്ഞു തന്ന റോക്കി അവന്റെ നല്ല സുഹൃത്തായി മാറി. അവർ ഒരുമിച്ച് വീണ്ടും ക്യാരറ്റ് തോട്ടത്തിലെത്തി. ടോം സന്തോഷത്തോടെ ടിൻഡുമുയലിന് ക്യാരറ്റ് സമ്മാനിച്ചു. ഇതിൽ നിന്നും കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലായത്? മറ്റുള്ളവരുടെ വസ്തു അനുവാദമില്ലാതെ ഉപയോഗിക്കുന്നത് തെറ്റാണ്. അനുവാദം ചോദിച്ച ശേഷം മാത്രം അത് ഉപയോഗിക്കുക. അതിലൂടെ സൗഹൃദവും സന്തോഷവും ഉണ്ടാകും. കൂട്ടുകാരെ, കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.